ഏവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാലം വളരെ വേഗം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2025 ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടിയ ക്രിസ്തുമസ്, 2026 പുതുവർഷം, ഹോശന്ന, നോമ്പിൻ്റെ അനുഭവം, പെസഹ, ദുഃഖവെള്ളിയുടെ അനുഭവത്തിലേക്ക് ഇന്നെത്തിയിരിക്കുന്നു. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈസ്റ്റർ. ജീവിതത്തിൽ നാം നേരിട്ട പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വിശ്വാസ സമൂഹം ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ ധ്യാനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ടോ? ചിലരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള സത്യം നാം മനസ്സിലാക്കിയേ സാധിക്കുകയുള്ളൂ. നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടപ്പെടുത്തുകൊണ്ട് സമാധാനത്തിന് വേണ്ടി യുദ്ധഭീതിയിൽ നിലവിളിക്കുന്നവരുടെ നിലവിളിയും ഉണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. ഈ സാഹചര്യത്തിൻ്റെയൊക്കെ ഇടയിലും നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിന് 1000 സ്തോത്രം അർപ്പിക്കുന്നു. വലിയൊരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരി ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെയും മരണം എന്ന് പറയുന്നത് ആകസ്മികമായി പെട്ടെന്നൊരു ദിവസം സംഭവിച്ച ഒരു കാര്യം ആയിരുന്നില്ല. കേവലം യൂദ ഒറ്റിക്കൊടുത്തതുകൊണ്ടോ പത്രോസ് തള്ളിപ്പറഞ്ഞതുകൊണ്ടോ മഹാപുരോഹിതനായ കയ്യഭാവും അതുപോലെ റോമ സാമ്രാജ്യത്തിലെ നാടുവാഴിയായിരുന്ന പീലാത്തോസും കുറ്റം വിധിച്ചതുകൊണ്ടോ ഒരു കൂട്ടം സമൂഹത്തിലെ ആളുകൾ മുഴുവൻ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം സംഭവിച്ച ഒരു കാര്യമായിരുന്നില്ല കർത്താവിൻ്റെ ക്രൂശിലെ കാൽവറി മരണം എന്ന് പറയുന്നത്. ദൈവികമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാൾ മുതൽ ആദമിനെയും ഹൗവയെയും ഭൂമിയിലേക്ക് ആക്കി വെച്ച് സർവ്വസ്വാതന്ത്ര്യവും കൊടുത്തപ്പോൾ മനുഷ്യൻ പാപത്തിലേക്ക് വീണപ്പോൾ എങ്ങനെ മനുഷ്യരാശിയെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് രക്ഷയുടെ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടു ചെല്ലാം എന്നാലോചിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് നാം കാണുന്നത്. ഉൽപ്പത്തി മുതൽ പുറപ്പാട് 12-ാം അധ്യായത്തിൽ പെസഹ ആചരിക്കുമ്പോൾ ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അറുക്കണം എന്ന് പറയുന്ന ഭാഗങ്ങളിലൂടെ കടന്നു വന്ന് വിവിധ പ്രവാചകന്മാരിലൂടെ അറിയിച്ച് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, സങ്കീർത്തനം 22, തുടർന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്നു. വംശപാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ രസകരമായി തോന്നും എങ്ങനെയാണ് വിവിധ ആളുകളെ, ഉദാഹരണത്തിന് അബ്രഹാം, ദാവീദ്, രൂത്ത്, ബോവസ്, ഇവരുടെയൊക്കെ ജീവിതകഥ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ഇവരെയൊക്കെ ഒരുപക്ഷെ ഇവർ പോലും അറിയാതെ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യപുത്രനായിട്ടുള്ള ജനനത്തിലേക്ക് വേർതിരിച്ചെടുത്തത് എന്നത് നമുക്ക് ഒരു അത്ഭുതത്തിൻ്റെ അനുഭവം പകർന്നു തരുന്ന കാര്യം തന്നെയാണ്. യോസഫിനും മറിയയ്ക്കും പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി യേശു ക്രിസ്തു ജനിക്കുന്നു. ഏകദേശം 30 വർഷം തൻ്റെ പിതാവിൻ്റെ കീഴിൽ പ്രവർത്തി ചെയ്യുന്ന യേശു 3.5 വർഷം ഈ ലോകത്തിൽ ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. ഒരിക്കൽ അപ്പവും മീഞ്ഞും എടുത്ത് വാഴ്ത്തിയ കർത്താവായ യേശു ക്രിസ്തു, തൻ്റെ കൂടെ വന്നിരുന്നൊരു സമൂഹത്തെ ചേർത്ത് നിർത്തിയ കൈകൾ, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ കൈകൾ, ഇന്ന് കാൽവറി ക്രൂശിൽ ആ കൈകളിൽ ആണികളാൽ അടിക്കപ്പെട്ടു കിടക്കുന്നു. ബേത്ലഹേമിലും നസ്രത്തിലും ഗലീലയുടെ വിവിധ ഭാഗങ്ങളിലും, എന്തിനേറെ പറയുന്നു, ഗലീല കടലിൻ്റെ മുകളിലൂടെ വരാൻ നടന്ന കാലുകൾ ഇന്ന് സഞ്ചാരശേഷിയില്ലാതെ ആണികളാൽ അടിക്കപ്പെട്ട് കിടക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലി പഠിപ്പിച്ച ശബ്ദം ഇന്ന് ശ്വാസം കിട്ടാതെ കുരിശിൽ കിടന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. കാൽവറി ക്രൂശിലെ 4-ാമത്തെ മൊഴി. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അല്പസമയത്തെ വചനധ്യാനത്തിനായി ചേർന്ന് വരുന്നു. അങ്ങ് കുരിശിൽ നിന്നും ഒഴിഞ്ഞ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പൊരുൾ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുമാറാകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 33-ാം അധ്യായം 15-ാം അധ്യായം 33-ാം വാക്യം. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഈ 4-ാമത്തെ മൊഴി വിശദമായി പരിശോധിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള മൊഴികളിൽ നിന്നും വ്യത്യസ്തമായി കാണുവാൻ സാധിക്കും. ഒന്ന്, മറ്റുള്ള മൊഴികളെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ ഈ മൊഴി അവസാനിക്കുന്ന ഒരു ചോദ്യചിഹ്നത്തിലാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. 2, എൻ്റെ ദൈവമേ എന്നാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. പിതാവേ എന്ന് വിളിച്ച് ശീലിച്ച പുത്രൻ ഇവിടെ എൻ്റെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നു. 3,
എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴും നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോഴും പ്രത്യേകിച്ചൊരു ഉത്തരമോ എന്തെങ്കിലും അടയാളങ്ങളോ അവിടെ ലഭിക്കുന്നതായി കാണുന്നില്ല. 4 ദൈവികമായ മുഖമായിരുന്നു ഇതുവരെയുള്ള മൊഴികളിലും ഇനിയുള്ള മൊഴികളിലും കാണാൻ പോകുന്നതെങ്കിൽ ഈ ഒരു മൊഴിയിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാനുഷിക മുഖമാണ് നാം ദർശിക്കുന്നത്. 5 നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ നീ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, നീ എന്നെ കൈവിട്ടതെന്ത്? തലേനാൾ ഗത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന യേശുവും ശിഷ്യന്മാരും, അവിടെ നാം അതുവരെ കണ്ട് ശീലിച്ച ഒരു യേശുവിൻ്റെ മുഖമോ പെരുമാറ്റമോ അല്ല കാണുന്നത്. സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം, മർക്കോസ് 14, ലൂക്കോസ് 22, യോഹന്നാൻ 18 മുതലുള്ള അധ്യായങ്ങൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ദൈവികതയല്ല നാം അവിടെ കാണുന്നത്. ഒരു സൈഡിൽ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ശ്രമിക്കുമ്പോൾ മറു സൈഡിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും നാം അവിടെ കാണുന്നു. സുവിശേഷകന്മാർ ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദുഃഖിച്ച് വികസനപ്പെട്ട് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നു, പിതാവേ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. അതിനുശേഷം തിരിച്ചു വരുമ്പോഴേക്കും ശിഷ്യന്മാർ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നു. അത് കണ്ട് ചോദിക്കുകയാണ്, നമ്മളെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന നേരം, അല്പസമയം പോലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലയോ? അതേ മാനുഷിക മുഖവുമായി നിൽക്കുമ്പോഴും അടുത്ത സൈഡിൽ നാം കാണുന്നത് തന്നെ കാണിച്ചു കൊടുക്കുവാനായി വരുന്ന ശിഷ്യൻ യൂദ ചുംബിക്കുമ്പോൾ ചോദിക്കുന്നു, ഒരു ചുംബനം കൊണ്ടാണോ നീ എന്നെ കാണിച്ചു കൊടുക്കുന്നത്? അതുപോലെ മഹാപുരോഹിതൻ്റെ ശിഷ്യനെ കാത് വെട്ടിക്കളയുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് കാവൽക്കാരായി നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നില്ലയോ? ഒരേ സമയം വികാരങ്ങളുടെ ഇമോഷൻസിൻ്റെ 2 തലങ്ങളാണ് കാണുന്നത്. മാനുഷികമായി ചിന്തിക്കുമ്പോഴും നാം അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യനുമായി താതാത്മ്യപ്പെടുന്നത് കാണുമ്പോഴും അതേ സൈഡിൽ തന്നെ ദൈവികത അവിടെ തികഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ കാൽവറിയോളം ചെല്ലുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നു. അതെ, ഇതിൻ്റെ പശ്ചാത്തലം നാം കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും ലഭിക്കാത്ത ഒരു ചോദ്യം, താൻ നേരിടുന്ന ഒരു മനുഷ്യനായി നേരിടുന്ന പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു ചോദ്യചിഹ്നമാണ് അവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീ എന്നെ കൈവിട്ടു എന്ന് പറയാതെ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന് ചോദിക്കുന്നത്. ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഒരു വേർപാട് അവിടെ വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരിക്കലും പിതാവേ എന്ന് വിളിച്ചിരുന്ന യേശു എൻ്റെ ദൈവമേ എന്ന് സംബോധന ചെയ്യില്ല. കാരണം കർത്താവ് ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വേദനകളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യനായി ഒരു മനുഷ്യൻ്റെ പാപത്തിൽ, ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന് അല്ലെങ്കിൽ ഇനി ചെയ്യുവാൻ പോകുന്ന പാപത്തിൻ്റെ പരിഹാരമായി ഒരു മനുഷ്യൻ തന്നെ യാഗമായി തീരണം എന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരമായതുകൊണ്ടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു നിൽക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുൻപിലല്ല, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെടുന്ന ഒരു കോടതിയുടെ മുൻപിൽ ഒരു ജഡ്ജായാണ് ദൈവം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മറുപടികളൊന്നും അതിന് ലഭിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിടുന്നു? എന്നാൽ കർത്താവിലേക്ക് നോക്കുമ്പോൾ നാം പഠിക്കേണ്ടത് എന്താണ്? കർത്താവ് അവിടെ ചോദിക്കുമ്പോഴും ചോദ്യത്തിന് ശേഷം വളരെ നിശബ്ദമായി തിരുവെഴുത്തുകൾ നിവർത്തിയാകുന്നതിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നു. ദൈവികമായ പദ്ധതിയുടെ നിറവേറലിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കില്ല പോകുന്നത്. നാം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല ഒന്നും പോകുന്നത്. പക്ഷേ അവിടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തരുന്നു, ദൈവം എന്താണോ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ദൈവികമായ ഒരു പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കുക. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ദൈവികമായ പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ലോകത്തെ മാറ്റിമറിക്കുന്നതായിരിക്കാം. ഒരിക്കലുമല്ല. ആ ചിന്തകളാണ് നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്. ഒരു പക്ഷേ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കുക, നിൻ്റെ കുടുംബത്തിൽ നല്ലൊരു ഭർത്താവായിരിക്കുക, ഭാര്യ ആയിരിക്കുക, മക്കളായിരിക്കുക, സഹോദരങ്ങളായിരിക്കുക, താൻ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് ഒരു പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുവാൻ സാധിക്കുക. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആലോചിച്ച് വെച്ചിരിക്കുന്ന പദ്ധതി. ചിലരെക്കുറിച്ച് ഇങ്ങനെ ജീവിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കാം, മറ്റുള്ളവർക്ക് സഹായമായി ജീവിക്കുവാൻ മാത്രമായിരിക്കാം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും പല കുട്ടികൾ അല്ലെങ്കിൽ ജീവിതം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ യുദ്ധത്തിൽ
മരണപ്പെടുന്നു. നാം കാണുന്നതാണ്. നമുക്കും ചോദിക്കാം, എന്തുകൊണ്ട് ഇതിനൊക്കെ എന്താണ് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണോ ഇത്? മനുഷ്യൻ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ സമയത്ത് നാം ചെയ്യേണ്ടത് നമ്മെ സ്വയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഒരുങ്ങുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യപുത്രനായി ജന്മമെടുത്ത യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീരുകയാണ് ചെയ്യുന്നത്. ഉത്തരം ലഭിക്കുന്നില്ലെങ്കിലും പിന്നീടും ദൈവം ഏൽപ്പിച്ച പദ്ധതിക്ക് തന്നെ താഴ്ത്തി കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവികമായ ഒരു മുഖമാണോ കാണുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിക്കുന്ന യേശു കർത്താവിനെയാണ് നാം ഇവിടെ കാണിക്കുന്നത്. നാമും ഇങ്ങനെയുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ പലതവണ ഉയർത്താറുള്ളതാണ്. എന്തിനാണ് നാം ഈ മൊഴികളൊക്കെ ധ്യാനിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മൊഴി നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്തിനാണ് നാം ഇന്ന് ഈ മൊഴി ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഈ മൊഴി ധ്യാനിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെക്കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ചോദ്യങ്ങൾ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ച ദൈവമാണ്. സ്വന്തം പുത്രൻ ദൈവത്തോട് ചോദിക്കുന്നു, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയരുന്നത് വളരെ സ്വാഭാവികമാണ്. എങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നാം അടങ്ങുന്ന ഈ തലമുറയ്ക്ക് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനായിട്ടൊരു ദൈവമുണ്ട്. എന്നാൽ അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതല്ല. നമ്മുടെ മുൻപിലേക്ക് വരുന്ന പുതിയൊരു തലമുറ എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് ആനന്തര കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവവുമായുള്ളൊരു ബന്ധമില്ലാത്തൊരു തലമുറയാണ് നമുക്ക് മുൻപിലുള്ളത്. എന്താണ് ഈ മൊഴി ധ്യാനത്തിലൂടെ നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? ഒരു ദൈവമുണ്ട്. നമുക്ക് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, മോനെ നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള സത്യം നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ ചില ചിന്തകളും പഠിപ്പിക്കലുകളും ഒക്കെ ഉയരേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പിശാചിനെയും സാത്താനെയും കുറിച്ച് പറയുമ്പോൾ പല്ലും നഖവുമുള്ള വാലും കൊമ്പുമുള്ള ഒരു രൂപമായിട്ടാണ് കൊടുത്തുവിടുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള സാത്താൻ. നമ്മുടെ മുൻപിലുള്ള ചിന്തകൾ, നമ്മുടെ മാനസികമായും ശാരീരികമായും നമുക്ക് വരുന്ന ടെംപ്റ്റേഷൻസ്, ഇതൊക്കെയാണ് സാത്താൻ്റെ ചിന്തകളെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് ഇവരെ നയിക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളൊരു ചോദ്യം പോലും ഉന്നയിക്കാനുള്ള സാധ്യത നമ്മുടെ പുതുതലമുറയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു 4-ാമത്തെ മൊഴിയിലൂടെ കുരിശിൽ കിടന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ദൈവികമായ പദ്ധതിക്ക് നമ്മെ തന്നെ ഒരുക്കുക. നമ്മുടെ സാഹചര്യം എന്തായാലും ദൈവത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് നമ്മളടങ്ങുന്ന ഒരു മനുഷ്യരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പ് സാധ്യമായത്. ഇനി കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മാനമേഘങ്ങളിൽ വരുമ്പോൾ നാം എടുക്കപ്പെടും. ഒരു പക്ഷേ ഒരു ചിന്ത കൂടി, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം ഇന്ന് പാപം ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, നാം ഇത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നാം ചെയ്യുന്ന കുറ്റങ്ങളുടെയും പാപങ്ങളുടെയും കുറ്റബോധത്തോടുകൂടി ഇനി എന്ന് പോലും അറിയാതെ ഇനിയൊരു ജീവിതമുണ്ടോ, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പുണ്ടോ എന്നർത്ഥമില്ലാത്ത ഒരു തലമുറയായി ജീവിച്ചു പോകേണ്ട നമ്മെ അതിലേക്കൊന്നും കടത്തിവിടാതെ കർത്താവായ യേശു ക്രിസ്തു ജീവൻ കൊടുത്ത് ദൈവത്തിങ്കലേക്ക്, ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഈ മൊഴിയിലൂടെയും ദൈവം സംസാരിക്കുന്നത് അതാണ്. സംശയങ്ങളുടെ ചോദ്യങ്ങൾ നമുക്കുണ്ടാവാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ മറുപടി ലഭിച്ചു എന്ന് വരില്ല. എങ്കിലും വിശ്വസിക്കുക, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. സംശയങ്ങളോടുകൂടി ചോദ്യം ചോദിക്കുമ്പോഴും ദൈവം നമ്മെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വേർതിരിച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയിലൂടെ കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നീ എന്തുകൊണ്ട് ഞങ്ങളെ കൈവിട്ടു എന്ന് ചോദിക്കുന്നവരായിട്ടല്ല കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ വീണ്ടും വരുമ്പോൾ അങ്ങയുടെ രാജ്യത്ത് ചേർക്കപ്പെടുന്നതിനുള്ള പ്രത്യാശയുമായി ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ.